ചർച്ചയിലേക്ക് വരാം. ബാർക്കോഴ കേസിൽ ധനകാര്യമന്ത്രി KM മാണിക്കെതിരെ കുറ്റപത്രം തയ്യാറാവുന്നു. കുറ്റപത്രം തയ്യാറാക്കുന്നതിന് മുന്നോടിയായി കേസിൻ്റെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് വിജിലൻസ് നിയമോപദേശത്തിന് അയച്ചു. നിയമോപദേശം തേടിയത് ഇതേ കേസിൽ മാണിക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യേണ്ടതില്ലെന്ന് നിയമോപദേശം നൽകിയ DDP ശശീന്ദ്രനിൽ നിന്ന് കണ്ടെത്തിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് നിലനിൽക്കുമോ എന്നാണ് വിജിലൻസ് ആരാഞ്ഞിരിക്കുന്നത്. ബാർ ഉടമ രാജ്കുമാർ ഉണ്ണിയും അമ്പിളിയും മാണിക്ക് പണം കൈമാറിയതിന് സാഹചര്യ തെളിവുകളുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ സുകേശന്റെ കേസ് ഡയറിയിൽ പരാമർശമുണ്ട്. ബാർക്കോഴ കേസ് അന്വേഷണത്തിലൂടെ കണ്ടെത്തിയ നിഗമനങ്ങളും അന്വേഷണ ഉദ്യോഗസ്ഥന്റെ കേസ് ഡയറിയും അടക്കമുള്ള വിശദമായ റിപ്പോർട്ടാണ് വിജിലൻസ് SP സുകേശൻ നിയമോപദേശത്തിനായി അയച്ചിരിക്കുന്നത്. ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് G ശശീന്ദ്രനോട് ആദ്യഘട്ടത്തിൽ നിയമോപദേശം തേടും. ആവശ്യമെങ്കിൽ അഡ്വക്കേറ്റ് ജനറലിന്റെയും നിയമോപദേശം തേടാൻ സാധ്യതയുണ്ട്. 2014 ഏപ്രിൽ 2 രാവിലെ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തി രാജ്കുമാർ ഉണ്ണി പണം കൈമാറുമ്പോൾ താൻ സാക്ഷിയായിരുന്നു എന്ന അമ്പിളിയുടെ മൊഴിയാണ് കേസിലെ ഏറെ നിർണായകം. എന്നാൽ പണം വാങ്ങിയ കൊടുത്ത രാജ്കുമാർ ഉണ്ണിയും ഇക്കാര്യം നിഷേധിക്കുന്നതിനാൽ സാഹചര്യ തെളിവുകൾ കോടതിയിൽ നിലനിൽക്കുമോ എന്നാവും നിയമോപദേശത്തിലൂടെ വ്യക്തത വരുത്തുക. സംഭവം നടന്ന ദിവസം അമ്പിളിയും ഉണ്ണിയും സഞ്ചരിച്ചതും താമസിച്ചതും ഒരേ ദിശയിലാണെന്നതിന് ശാസ്ത്രീയ തെളിവുകളുണ്ട്. മാണി കൈമാറിയ പണം എണ്ണിത്തിട്ടപ്പെടുത്തുമ്പോൾ താനുമുണ്ടായിരുന്നു എന്ന് അമ്പിളി വിജിലൻസിനോട് പറഞ്ഞിട്ടുണ്ട്. ഈ മൊഴി ശക്തമാണ് എന്നതുപോലെ തന്നെ അമ്പിളിക്ക് പ്രതികൂലമായി ഭവിക്കുകയും ചെയ്യാം. പണമടങ്ങിയ ബാഗ് മന്ത്രി കൈകൊണ്ട് വാങ്ങുന്നത് കണ്ടുവെന്ന അമ്പിളിയുടെ മൊഴി എങ്ങനെ നിയമോപദേശത്തിലൂടെ വെട്ടാമെന്നാവും നിയമോപദേഷ്ടാക്കൾ പരിശോധിക്കുക. അമ്പിളിയെ ഇൻട്രസ്റ്റഡ് വിറ്റ്നസ് എന്ന് മുദ്രകുത്തി ഒതുക്കാൻ നീക്കമുണ്ടായേക്കാം. തൊണ്ടി മുതലായ 35 ലക്ഷം കണ്ടെടുക്കാനാവാത്തത് കേസ് കോടതിയിൽ ദുർബലമാക്കുമെന്ന് അഭിപ്രായമുണ്ട്. പണം കൈമാറ്റം ചെയ്തതായി പറയപ്പെടുന്ന മന്ത്രിമന്ദിരത്തിൽ ആകെ നടന്നത് സീൻ മഹസർ തയ്യാറാക്കൽ മാത്രമാണ്. മാണി കയ്യിൽ വാങ്ങിയ പണം എവിടെ പോയി എന്ന് കോടതിയിൽ ചോദ്യമുണ്ടായാൽ എന്തു മറുപടി വിജിലൻസ് പറയുമെന്നത് കൗതുകകരമായ ഒരു സമസ്യയായി ഇന്നും അവശേഷിക്കുന്നു. S. ജീവൻകുമാർ, തിരുവനന്തപുരം. ചർച്ചയിലേക്ക് വരാം. KM മാണിക്കെതിരെയുള്ള കുറ്റപത്രം വിജിലൻസ് കൂട്ടിലെ തത്തയാകുമോ? ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുക്കുന്നത് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, നിയമവിദഗ്ധൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ക്രൈംബ്രാഞ്ച് മുൻ SP ശ്രീ ജോർജ് ജോസഫ്, മാധ്യമപ്രവർത്തകൻ ശ്രീ A. സജീവൻ, ഗവൺമെൻറ് മുൻ ചീഫ് വിപ്പ് ശ്രീ PC ജോർജിനെയും കേരള കോൺഗ്രസ് മാണി വിഭാഗ നേതാവ് ശ്രീ ജോസഫ് M. പുതുശ്ശേരിയെയും ടെലിഫോൺ ലൈനിലും പ്രതീക്ഷിക്കുന്നു. ആദ്യം ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ബാർക്കോഴ കേസിൽ കുറ്റപത്രം തയ്യാർ എന്നാണ് വാർത്ത. മാധ്യമങ്ങളിലൊക്കെ നമുക്ക് ഇന്ന് ഈ വാർത്ത കാണാം. പക്ഷേ ഇപ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ കുറ്റപത്രം തയ്യാറാക്കി നൽകുക എന്നത് വിജിലൻസ് ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു കടമ്പയല്ലേ? 2 ദിവസമായി ഞാനൊരു സൂചന ചാനൽ ചർച്ചകളിൽ പറയുണ്ടായി. ഈ കുറ്റപത്രം ഇപ്പോൾ സമർപ്പിക്കാൻ പോകുന്നില്ല. അഥവാ സമർപ്പിച്ചെങ്കിൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥൻ തയ്യാറാക്കിയത് അതേപടി ആവില്ല. നിയമോപദേശം തേടിക്കഴിഞ്ഞാൽ അതിന് മാറ്റം വരാൻ സാധ്യതയുണ്ട്. കുറ്റപത്രം ഇതേപോലെ ഇപ്പോൾ കണ്ടെത്തിയ വിവരങ്ങൾ തെളിവുകളൊക്കെ അടിസ്ഥാനത്തിലാണ് സമർപ്പിക്കുന്നതെങ്കിൽ ഈ മന്ത്രിസഭ ഉണ്ടാവില്ല. മാണി ഇന്ന് തുറന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിച്ഛായ എന്ന് പറഞ്ഞാൽ അവരുടെ മാസികയിൽ മാണി എഴുതി 2 നീതിയാണ്, 2 നയമാണ്. ഇവിടെ മാണിക്കെതിരായി മാത്രം FIR ചാർജ് ചെയ്തു. കോൺഗ്രസ് മന്ത്രിമാർക്കെതിരായിട്ട് ആർക്കും ചാർജ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് വലിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. വാർത്തകൾ ചോരുന്നതിനെക്കുറിച്ചും മനഃപൂർവ്വം ആഭ്യന്തര വകുപ്പ് ഇതെല്ലാം രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ പുറത്തുവിടുകയാണെന്നുള്ള ആക്ഷേപം അദ്ദേഹത്തിനുണ്ട്. അതിൻ്റെ കണ്ടൻറ് എന്താണെന്നുള്ളതല്ല ഇവിടെ ചർച്ചാ വിഷയം 2 ദിവസമായി നടക്കുന്നത്. വാർത്ത ചോർന്നോ ഇല്ലേ എന്നുള്ളതാണ്. ഇതിനു മുമ്പ് പല കേസുകളുടെയും ഫൈനൽ തീരുമാനം വരുന്നതിന് മുമ്പ്, കോടതിയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് ചന്ദ്രശേഖരൻ വധം, ലാവ്ലിൻ കേസ്, ഇതിലെല്ലാം ചോർന്നപ്പോൾ ഒരു അക്ഷരം മിണ്ടാത്ത ആളുകൾ ഇപ്പോൾ പറഞ്ഞു കിടക്കുകയാണ് വാർത്ത ചോർന്നതാണ് വലിയ പ്രശ്നം. ചോർന്നെങ്കിൽ ആരാണ് ഉത്തരവാദി കണ്ടെത്തി നടപടികൾ സ്വീകരിക്കണം. ഇവിടെ നിയമത്തിൻ്റെ വഴിക്കാണ് പോണതെങ്കിൽ ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ സമർപ്പിച്ച കേസ് അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം. എന്നാൽ ഒരു വാചകം പറഞ്ഞിട്ട് ഞാൻ നിർത്താം. ഇപ്പോൾ ഗവൺമെൻറ് എടുക്കുന്നത് നിയമോപദേശം തേടുന്നവർക്കെല്ലാം കോഴ കൊടുക്കുകയാണ്. അഡ്വക്കേറ്റ് ജനറൽ AGക്ക് 1 ലക്ഷം രൂപ എന്നുള്ള 2 ലക്ഷമാക്കി ഉയർത്തി അദ്ദേഹത്തിൻ്റെ ശമ്പളം. എന്നിട്ടോ 2012 മുതൽ പ്രാബല്യം 10-60 ലക്ഷം രൂപ ഒരുമിച്ച് കൊടുക്കുക നിയമോപദേശം ഇതിൽ നിന്നെല്ലാം രക്ഷിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. മാണിയുടെ കീഴിലുള്ള
നിയമിക്കപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർക്ക്, അതിൻ്റെ അസിസ്റ്റൻറ്റ് പ്രോസിക്യൂട്ടർക്ക്, പബ്ലിക് പ്രോസിക്യൂട്ടർക്ക്, ഇവർക്കെല്ലാം ഇതേപോലെ കാശ് കൊടുത്ത് അവരെ കൊണ്ടെല്ലാം എഴുതിക്കുക എന്നതാണ് ഇപ്പോൾ എടുക്കുന്ന സമീപനം. അതായത് തനിക്ക് അനുകൂലമായ നിയമോപദേശം കിട്ടുന്നതിന് വേണ്ടി ശമ്പളം ഇനത്തിൽ അതും ഒരു തരം അഴിമതിയാണെന്നാണ് താങ്കൾ പറയുന്നത്. മാത്രവുമല്ല, ഇവിടെ ഇപ്പോൾ നിയമോപദേശത്തിന് വേണ്ടി വിജിലൻസ് സമീപിച്ചിരിക്കുന്നത് മുമ്പ് ഇതേ കേസിൽ ശ്രീ KM മാണിക്കെതിരെ FIR ഇട്ട് അന്വേഷണം വേണ്ടതില്ല എന്ന നിയമോപദേശം നൽകിയ ആളിന്റെ അടുക്കൽ തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായും സംഭവിക്കാൻ പോകുന്നത് എന്താണ് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത് മാണിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥൻ മാത്രമല്ല, ഇദ്ദേഹത്തെ ഈ ഗവൺമെൻറ്റാണ് കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ വെച്ചിരിക്കുന്നത്, റിട്ടയർ ചെയ്തതിന് ശേഷവും. അങ്ങനെ വെച്ചിരിക്കുന്ന ഒരാളെ, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, എൻ്റെ നാട്ടുകാരനാണ്, നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാണ്, ഇത് ഇങ്ങനെ ഒരു നിയമോപദേശം വാങ്ങി ഇതെല്ലാം അട്ടിമറിക്കുക എന്ന്. മാത്രമല്ല, ധനമന്ത്രിക്കെതിരെ ഉള്ള ഒരു നിയമോപദേശത്തിന് നിയമമന്ത്രിയുടെ കീഴിലുള്ള ആളിനോട് ഉപദേശം ചോദിക്കുന്നു. ഈ നിയമമന്ത്രിയും ധനമന്ത്രിയും ഒരാൾ തന്നെയാണ് എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം. അതെ, ഇതിനെല്ലാം പകൽ പോലെ ക്ലിയർ അല്ലേ? അതാണ് അങ്ങനെ ഒരു നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുമോ നമ്മുടെ വിജിലൻസ്? അതാണ് നമ്മുടെ ചർച്ചാ വിഷയം. വിജിലൻസ് കൂട്ടിലെ തത്തയാകുമോ? അല്ല, വിജിലൻസ് ഡയറക്ടറെ സംബന്ധിച്ച് അദ്ദേഹം നല്ല ചരിത്രമുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഓപ്പണായി പറയുകയുണ്ടായി, വിജിലൻസ് അന്വേഷിക്കുന്ന കേസുകളൊന്നും യഥാസമയം ശരി കണ്ടെത്താൻ കഴിയില്ല. അത് ഹൈക്കോടതി, സുപ്രീം കോടതി, മറ്റേ കോടതികളായിട്ട് വർഷങ്ങൾ പിടിക്കും. ജനങ്ങൾ ഇതിന് പരിഹാരം കാണണം. ഒരു നിസ്സഹായത പ്രകടിപ്പിക്കണം അദ്ദേഹം ചെയ്ത്. അതല്ലെങ്കിൽ വിജിലൻസ് എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്, CAG പോലെ. അങ്ങനെയാണെങ്കിൽ വിനോദ് റായ് കാണിച്ച പോലുള്ള ചങ്കൂറ്റം കാണിക്കാൻ പ്രധാനമന്ത്രിക്കെതിരായി പോലും എഴുതി കൊടുക്കാൻ, അങ്ങനെയുള്ളൊരു ചങ്കൂറ്റം കാണിക്കാൻ ഒരു ഭരണഘടനാ സ്ഥാപനമല്ല ഇവിടുത്തെ വിജിലൻസ്. അദ്ദേഹം ഗവൺമെന്റിനെ അനുസരിക്കുന്ന, ഗവൺമെന്റ് പറയുന്നതൊക്കെ നടപ്പാക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്, ഗവൺമെന്റിനോട് ലോയൽറ്റി ഉള്ള ഉദ്യോഗസ്ഥനാണ്. വേറൊരു അഴിമതിയും കുഴപ്പവും കാണിക്കാത്ത ഉദ്യോഗസ്ഥൻ. ഞാൻ വരാം. ക്രൈംബ്രാഞ്ച് മുൻ SP ശ്രീ ജോർജ് ജോസഫ് ധനമന്ത്രി KM മാണിക്കെതിരെ ഒരു കുറ്റപത്രം നൽകും എന്ന് താങ്കളുടെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കരുതുന്നുണ്ടോ? തെളിവിൻ്റെ അടിസ്ഥാനം, തെളിവെന്ന് പറഞ്ഞാൽ മീഡിയയിൽ കൂടെ, ചാനലിൽ കൂടെ വന്ന തെളിവ് എൻ്റെ കയ്യിലുള്ളൂ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വളരെ വീക്കായ ഒരു കേസാണ്. ഈ കേസ് അന്വേഷണം ഫാക്ച്വൽ റിപ്പോർട്ട് വിജിലൻസ് ഡയറക്ടർ കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അവിടുത്തെ ലീഗൽ അവർ രണ്ട് പേരുണ്ട്. മാധ്യമങ്ങളിലൂടെ വന്ന തെളിവ് എന്ന് പറയുമ്പോൾ വന്ന തെളിവ് ഏതാണെന്ന് നാം ഓർക്കണം. നുണപരിശോധന ഫലം അടക്കം പുറത്തു വന്നിരിക്കുകയാണ് പൂർണ്ണ രൂപത്തിൽ. നുണപരിശോധന റിപ്പോർട്ട് ഒരു തെളിവായിട്ട് കോടതി അംഗീകരിക്കത്തില്ല. അതിലൊത്തിരി മാധ്യമ വിചാരണ ഞാൻ കണ്ടു. അതൊന്നും കോടതിയിൽ ചെന്ന തെളിവല്ല. അതുകൊണ്ട് അതിന് വലിയ പ്രസക്തിയില്ല. തന്നെയും അത് പ്രധാനപ്പെട്ട സാക്ഷിമൊഴിയാണ്. നുണപരിശോധന, നാർക്കോ അനാലിസിസ് ഒന്നും ഇന്ത്യയിൽ ഒരു കോടതിയും ഇത് സ്വീകരിക്കത്തില്ല. പക്ഷേ ഇൻട്രസ്റ്റ് ആയ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ കോടതിയുടെയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വാധീനിക്കാൻ വേണ്ടി ഇങ്ങനെയും കൂടെ ഒന്ന് നടന്നു എന്ന് പറയാമെന്നല്ലാതെ അതിലപ്പുറം ഇതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല. അതുകൊണ്ട് അതിനുവേണ്ടി എക്സസൈസ് ചെയ്യുന്നത് വൃഥാവിലായി പോയിട്ടുണ്ട്. അതുതന്നെയല്ല, ആ ഈ 15 ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അല്ല, അതിന്റെ സാങ്കേതികത്വത്തിലേക്ക് നമുക്ക് വരാം. അത് ചോദ്യത്തിന്റെ ഉത്തരം പറയൂ. ആദ്യത്തെ, ഇതിന് യാതൊരു വിലയുമില്ല. ഈ പോളിഗ്രാഫിന് യാതൊരു വിലയും കോടതി മുമ്പിലില്ല. KM മാണിക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിക്കുമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ? ഇല്ല. എവിഡൻസ് ഇത് വന്ന് കണ്ടിരിക്കുന്ന എവിഡൻസ് ഞാൻ വെച്ച് നോക്കിയാൽ ഒരിക്കലും ഒരു കുറ്റപത്രത്തിലോട്ട് പോകാൻ സാധിക്കത്തില്ല. കാരണം ഇതിനകത്ത് ആകെ 2 പേര്, ബിജു രമേശിൻ്റെയും അമ്പിളിയുടെയും മാത്രം ഓറൽ എവിഡൻസാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ തുടക്കത്തിലേ ഒന്ന് നോക്കിക്കോണം. ബിജു രമേശ് പറഞ്ഞ ആദ്യത്തെ മൊഴിയിൽ 1 കോടി രൂപ മാണിക്ക് കൈക്കൂലി കൊടുത്തുവെന്ന് പറഞ്ഞ് അത് നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ തന്നെയും അത് കൊടുത്തത് അദ്ദേഹം നേരിട്ട് കൊടുത്തില്ല. അതിൽ 10 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം കൊടുത്തു. ഇത് പ്രൈമറി ആയിട്ട് ആമുഖമായിട്ട് ആദ്യം വന്ന ചാനലിൽ വന്ന പത്രങ്ങളിൽ വന്ന മൊഴിയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. 1 കോടി രൂപ കൊടുത്തതിൽ 10 ലക്ഷം മാത്രമേ അദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻ ഉള്ളൂ. 90 ലക്ഷം രൂപ കൊടുത്തിരിക്കുന്നത് പല ആൾക്കാരിൽ നിന്ന് പിരിച്ചെടുത്തതാണ്. അവരാരും ഞങ്ങൾ 90 ലക്ഷം രൂപ കോഴ കൊടുത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ മൊഴിയുടെ വിശ്വാസ്യത അവിടെ പോയി. ഒരു വിജിലൻസിലെ അത് അവർ മൊഴി മാറ്റിയതാണ് എന്ന തരത്തിലേക്ക് സാക്ഷിയുടെ മൊഴി വന്നിരിക്കുന്നു എന്നത് പ്രധാനമല്ലേ? അല്ലേ, ക്വിക്ക് വെരിഫിക്കേഷൻ തന്നെ ആ മൊഴി വന്നിട്ടുണ്ട്.
ആദ്യത്തെ ക്വിക്ക് FIR എടുക്കുന്നതിന് മുമ്പ് ക്വിക്ക് വെരിഫിക്കേഷൻ. വ്യക്തമാണ്. നിയമവിദഗ്ധനായ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഇപ്പോൾ KM മാണിക്കെതിരെ കുറ്റപത്രം തയ്യാറാകുന്നു, ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിക്കും എന്നൊക്കെയാണ് മാധ്യമങ്ങൾ പറയുന്നത്, മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന വാർത്തയും. താങ്കൾ കരുതുന്നുണ്ടോ ഇപ്പോൾ KM മാണിക്കെതിരെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഒന്ന്, അത് മാത്രവുമല്ല, ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ് ചൂണ്ടിക്കാണിച്ചതുപോലെ KM മാണിക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കുവാനുള്ള വ്യക്തമായ തെളിവുകൾ ഇല്ല എന്ന് കൂടി അദ്ദേഹം പറയുന്നു. ഇത് രണ്ടും കൂടി ചേർത്ത് വെച്ച് താങ്കളുടെ ഒരു നിരീക്ഷണം എന്താണ്? അല്ല, ഇവിടെ വിജിലൻസ് അന്വേഷണത്തിൽ എന്തെല്ലാം തെളിവുകൾ ശേഖരിക്കപ്പെട്ടു എന്നിപ്പോൾ നമുക്കറിയില്ല. ചാനലിൽ കേട്ടതോ പത്രത്തിൽ വായിച്ചത് വെച്ചുകൊണ്ട് നമുക്കൊരു നിഗമനത്തിൽ എത്താനും കഴിയില്ല. അതുകൊണ്ട് തെളിവുകൾ അതിപ്പോൾ വിജിലൻസിന് മാത്രം അറിയാവുന്നതാണ്. ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ച് വിജിലൻസ് അത് ആരോടും വെളിപ്പെടുത്താൻ പാടില്ല എന്ന് വിലക്കുമുള്ളതാണ്. അതുകൊണ്ട് തെളിവുകൾ അതിൻ്റെ സാധുത അതിപ്പോൾ ഈ ചർച്ചയിൽ പരിശോധിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്ക് കുറ്റപത്രം തയ്യാറായിരിക്കുന്നു, കുറ്റപത്രം ഉടൻ സമർപ്പിക്കും എന്നാണ്. കുറ്റപത്രം എന്നത് ഒരു വ്യക്തി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയെങ്കിൽ മാത്രമേ കുറ്റപത്രമുള്ളൂ. അതല്ലെങ്കിൽ അന്വേഷിക്കുന്നു, തെളിവുകളില്ല, അതുകൊണ്ട് ഇത് തള്ളിക്കളയണം, ക്ലോഷർ റിപ്പോർട്ട് സമർപ്പിക്കാം. അപ്പോൾ കുറ്റപത്രമാണ് സമർപ്പിക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം അവിടെ കുറ്റമുണ്ടെങ്കിൽ ആ കുറ്റം ചെയ്തിരിക്കുന്നത് FIR-ൽ പേര് പറഞ്ഞിരിക്കുന്ന ആൾ തന്നെയാണ്. അതുകൊണ്ട് കുറ്റപത്രത്തിലെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അന്വേഷണം വളരെ കാര്യക്ഷമമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു കുറ്റവാളി എന്ന് പറയത്തക്ക വിചാരണയ്ക്ക് ആവശ്യമായ തെളിവുകൾ വിജിലൻസ് ശേഖരിച്ചിട്ടുണ്ട് എന്ന് വേണം നമ്മൾ അനുമാനിക്കേണ്ടത്. പക്ഷേ ഇപ്പോൾ ഏറ്റവും പ്രബലമായിട്ടുള്ള ഒരു ചർച്ചാ വിഷയം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട തെളിവായി ചൂണ്ടിക്കാണിക്കുന്നത് ബിജു രമേശിൻ്റെ ഡ്രൈവർ അമ്പിളിയുടെ മൊഴിയാണ്. ആ മൊഴി നുണപരിശോധനാ ഫലത്തിലും ശരിവെക്കുന്നതായി മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കുറ്റപത്രം തയ്യാറാകുന്നു എന്ന് വിശ്വസിക്കാൻ കഴിയുമോ? അതെ, നുണപരിശോധന എന്നത് ഇപ്പോൾ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ടതുപോലെ കോടതിയിൽ കാണിക്കാവുന്നതോ പറയാവുന്നതോ ആയൊരു വിഷയമല്ല. അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അവർ കണ്ടെത്തിയ നിഗമനങ്ങൾ ശരി എന്നൊരു സ്വയം ബോധ്യത്തിന് അതൊരു പക്ഷേ സഹായമായേക്കാം. പണ്ടൊക്കെ ഈ പോലീസ് നായി ഇറക്കുമല്ലോ ഒരു കുറ്റം നടന്നു കഴിഞ്ഞാൽ എന്നതുപോലെ പോലീസ് നായി നമുക്ക് കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല എന്നതുപോലെയുള്ള ഈ പോളിഗ്രാഫും ഒക്കെ. പക്ഷേ അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് അവർ പല രീതിയിൽ കണ്ടെത്തുന്ന നിഗമനങ്ങൾ ശരിവയ്ക്കുന്ന ഒരു തെളിവായി ഈ അമ്പിളിയുടെ മൊഴിയും അവർക്ക് കാണാൻ കഴിയും. അമ്പിളി നേരത്തെ പറഞ്ഞതും വൈരുദ്ധ്യമില്ലാതെ വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു. അതൊക്കെ അവർക്ക് ഒരു ബോധ്യം വരുന്നതിന് സഹായകമാകും എന്ന് മാത്രമുള്ളൂ. മാത്രവുമല്ല, ഈ നുണപരിശോധനാ ഫലം അതിൻ്റെ സാങ്കേതികത്വം അനുസരിച്ച് ഒരിക്കലും മാധ്യമങ്ങളിൽ വരാനുള്ള സാധ്യതയില്ല. പക്ഷേ നമ്മുടെ മാധ്യമപ്രവർത്തകന്മാർ മിടുക്കന്മാരായതുകൊണ്ട് അവർ അത് കണ്ടുപിടിക്കുന്നു, കൊണ്ടുവരുന്നു, പ്രസിദ്ധീകരിക്കുന്നു. അതിൻ്റെ ശരിതെറ്റുകളിലേക്ക് നമ്മൾ പോകേണ്ടതില്ല. പക്ഷേ ഇങ്ങനെ മാധ്യമങ്ങളിൽ അത് വരണമെങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ അത് ഇരിക്കുന്ന ആളുകളുടെ കൈകളിൽ നിന്ന് വേണം മാധ്യമങ്ങളിൽ എത്താൻ. അങ്ങനെ എത്തുന്നത് യഥാർത്ഥത്തിൽ ഒരു കുറ്റപത്രം തയ്യാറാകുന്നതിൻ്റെ മുന്നോടിയായി നമുക്ക് കണ്ടുകൂടെ? അല്ല, ഇവിടെ മാധ്യമപ്രവർത്തകർക്ക് എങ്ങനെ വിവരം കിട്ടി എന്നത് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട. ഇപ്പോഴത്തെ കാലത്ത് എല്ലാം സുതാര്യമായി കൊണ്ടിരിക്കുമ്പോൾ ആർക്കും ഒന്നും രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയില്ല. ഇവിടെ ഇപ്പോൾ ഈ അന്യഥ പുറത്തു വരാൻ സാധ്യതയില്ലാത്ത വിവരങ്ങൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും മനസാക്ഷിയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇത് മൂടിവയ്ക്കപ്പെടരുത്, അന്വേഷണം അട്ടിമറിക്കപ്പെടരുത്, ഇത് പൊതുസമൂഹം അറിഞ്ഞുകൊണ്ടിരിക്കണം, ആ നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കാം ഈ വിവരങ്ങൾ ചോർത്തി മാധ്യമങ്ങൾക്ക് നൽകുന്നത്. അതുകൊണ്ട് അത്രയും ഒരു നല്ലൊരു പ്രയോജനം ആ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് ശരിയോ തെറ്റോ എന്നുള്ളതൊക്കെ വേറെ ചർച്ചാ വിഷയമാണ്. പക്ഷേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുദിനം ആരെയും അറിയിക്കരുത് എന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരെയും അറിയിക്കരുത് പറയുമ്പോഴും കേരളത്തിലെ പൊതുസമൂഹം എല്ലാം അറിഞ്ഞുകൊണ്ടിരിക്കുന്നു. ആ അറിവ് തന്നെയാണ് വിജിലൻസിന് മേലുള്ള ഏറ്റവും വലിയ നിയന്ത്രണവും അവരെ ശരിയായ വഴിയിലൂടെ നയിക്കുന്നതിനുള്ള ശക്തിയും ആയി മാറിയിരിക്കുന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഇപ്പോൾ
ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞതും ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞതും നമ്മൾ ഒരേപോലെ ചേർത്ത് വെച്ച് ആലോചിക്കുമ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കണമെങ്കിൽ ശ്രീ KM മാണി കുറ്റക്കാരനാണെന്ന് വിജിലൻസിന് പൂർണ്ണമായും ബോധ്യപ്പെടണം. അതിന് ശക്തമായ തെളിവുകൾ വേണം. ആകെയുള്ള തെളിവായി അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി ചൂണ്ടിക്കാണിക്കുന്ന അമ്പിളിയുടെ മൊഴി, അത് അതിൻ്റെ നുണപരിശോധന നടത്തിയപ്പോൾ അത് ശരിയാണെന്നും വരുന്നു. പക്ഷേ നുണപരിശോധനാ ഫലം ഒരു പ്രധാന തെളിവായി കോടതി സ്വീകരിക്കാത്ത സാഹചര്യത്തിൽ വിജിലൻസിന് എങ്ങനെ ഒരു കുറ്റപത്രം നൽകാൻ കഴിയും എന്നതൊരു പ്രധാനപ്പെട്ട വിഷയമല്ലേ? ഈ നുണപരിശോധന അതൊരു തെളിവായി സ്വീകരിക്കുന്നില്ല, നിയമത്തിൽ വകുപ്പില്ല, ക്രിമിനൽ പ്രൊസീജിയർ കോറിൽ അതിന് വകുപ്പില്ല എന്ന് പറയുന്നതിനൊക്കെ ഞാൻ യോജിക്കുന്നു. എന്തിനാണ് ഇത് നടത്തുന്നത്? പിന്നെ ഇപ്പോൾ ശശി തരൂരിൻ്റെ ഭാര്യ സുനന്ദയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് അവിടെയും ഇപ്പോൾ നുണപരിശോധന നടത്തുന്നുവെന്ന് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ കൊടുത്തൊരു മൊഴിയെ അവൻ കള്ളമൊഴിയാണോ കൊടുത്തത്, അത് പോലീസ് അയാളെ പീഡിപ്പിച്ചു. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചു. അതായത് ഇത് കോടതിയിലൊരു തെളിവായി കണക്കാക്കുന്നില്ല എങ്കിൽ തന്നെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉതകുന്ന കറക്റ്റ് അതിന് സഹായകമായിട്ടുള്ളതാണിത്. അതുകൊണ്ട് അതിനെ മാത്രം നുണപരിശോധനയെ മാത്രം ആശ്രയിച്ച് നിൽക്കേണ്ട കാര്യമില്ല. അതിന് മുമ്പ് അയാൾ കൊടുത്ത മൊഴിയിൽ നിന്ന് മാറി പറയുന്നുണ്ടോ അതിനാൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥനെ സംബന്ധിച്ചിടത്തോളം ആ മൊഴി സ്ഥിരീകരിക്കാനായി ഈ നുണപരിശോധന ഉപയോഗിക്കാം. അതാണ് സാർ. എന്നാൽ ഇവിടെ ശ്രീ എ സജീവൻ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇപ്പോൾ വിജിലൻസിന്റെ മുമ്പിൽ കിട്ടിയിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ KM മാണിക്കെതിരെ ഒരു കുറ്റപത്രം സാധ്യമാകും എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? സാധ്യമാകുമോ ഇല്ലയോ എന്നുള്ള കാര്യം അന്വേഷണ ഉദ്യോഗസ്ഥൻ എങ്ങനെ ചിന്തിക്കുന്നു, സർക്കാരിൻ്റെ സ്വാധീനം അദ്ദേഹത്തിൽ എത്രമാത്രം ഉണ്ടാകുന്നു എന്നതിൻ്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറയേണ്ടത്. ഇവിടെ നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ ഒരു സമർത്ഥനായ എന്നല്ല പറയേണ്ടത്, ഒരു തന്ത്രജ്ഞനായ ഉദ്യോഗസ്ഥന് വേണമെങ്കിൽ ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് റെഫർ റിപ്പോർട്ട് എഴുതാൻ വളരെ എളുപ്പമാണ്. നിയമോപദേശത്തിൽ ഇതേപോലെ സാധ്യതയുണ്ട്. അപ്പം ആ ഒരു സാധ്യത വെച്ചുകൊണ്ട് എപ്പോഴും മാറ്റിയെടുക്കാം. അപ്പോൾ ഇതിങ്ങനെ ഒരു തെളിവില്ല എന്ന് പറയാം. അതേ സമയത്തിന് നമ്മൾ കാണേണ്ടത് ഇവിടെ നുണപരിശോധനയൊക്കെ ഇപ്പോഴാണല്ലോ നടന്നത്. അതിനു മുമ്പേ വിജിലൻസ് ഈ കേസ് അന്വേഷിച്ചപ്പോൾ അവർക്ക് പ്രഥമ ദൃഷ്ടി അതിൽ കേസുണ്ട് എന്ന് തോന്നുന്നു. അവർ നിയമോപദേശം കൊടുക്കും. ഇതേപോലെ തന്നെ നിയമോപദേശം തേടുന്നു. ഒരു സ്ഥലത്ത് രണ്ട് നിയമോപദേശങ്ങൾ തേടുന്നുണ്ട്. അതിലൊന്നിൽ ഇത് കേസ് നിലനിൽക്കില്ല എന്ന് പറയുന്നു, മറ്റൊന്നിൽ കേസ് നിലനിൽക്കുമെന്ന് പറയുന്നു. അവിടെ കോടതി പോലും ഇടപെടാതെ കോടതി പറഞ്ഞു ഞങ്ങൾ ഇതിൽ നിന്ന് മാറി നിൽക്കുന്നു എന്ന് പറഞ്ഞു. വിജിലൻസ് ഡയറക്ടർ തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ഈ രണ്ട് നിയമോപദേശങ്ങളുടെയും അടിസ്ഥാനത്തിൽ തങ്ങൾക്ക് കിട്ടിയ തെളിവുകൾ വെച്ചുകൊണ്ട് അന്ന് വിജിലൻസ് ഡയറക്ടർ എടുത്ത തീരുമാനം ഇതിൽ തെളിവുണ്ട്, പ്രഥമ ദൃഷ്ട്യാ കേസുണ്ട് എന്നായിരുന്നു. അതാണ് കോടതിയിൽ ഇപ്പോൾ കൊടുത്തതും അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇട്ട് കേസ് അന്വേഷണം നടത്തിയതും. ഇപ്പോൾ അന്ന് കിട്ടിയ പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന് വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർക്ക് തോന്നിയ കേസിൻ്റെ കൂടുതൽ അന്വേഷണങ്ങളാണ് നടന്നുള്ളത്. ആ കൂടുതൽ അന്വേഷണം കൂടുതൽ സാക്ഷി വിസ്താരം നടന്നിട്ടുണ്ട്. അതെന്തെല്ലാമാണെന്ന് നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞ പോലെ തന്നെ നമുക്കറിയില്ല, വരേണ്ട കാര്യമാണ്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് അമ്പിളിയെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കുന്നു. ബാറുടമകളെ രാജ്മോഹൻ ഉൾപ്പെടെയുള്ള ആളുകളെ നുണപരിശോധനയ്ക്ക് വിധേയനാക്കാൻ ആലോചിക്കുന്നു. അവർ മാറി നിൽക്കുന്നു. അമ്പിളി തയ്യാറാവുന്നു. അമ്പിളിയുടെ തെളിവ് നുണപരിശോധന മാത്രമല്ല ഒരു തെളിവ്. അതിന് മുമ്പേ ഉണ്ടായിട്ടുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹം പറഞ്ഞത് ശരിയാണോ എന്ന് അന്വേഷിക്കാൻ ഒന്നുകൂടി ഉറപ്പുവരുത്താൻ വേണ്ടിയായിരിക്കണമല്ലോ ഈ നുണപരിശോധന നടത്തിയുള്ളത്. അങ്ങനെ ഒരു കൊറോബറേറ്റ് ചെയ്യുന്ന ഒരു എവിഡൻസ് കൂടി ഉണ്ടാക്കിയെടുക്കും എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. പക്ഷേ ഇതിനൊക്കെ തള്ളിക്കളയാൻ വളരെ എളുപ്പമാണ്. തള്ളിക്കളഞ്ഞ ചരിത്രം കൂടിയുണ്ട്. നമുക്കറിയാമല്ലോ അഭയ കേസിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും CBIയും എത്ര തവണ വിജിലൻസ് കൂട്ടില്ല എങ്കിൽ ഉറപ്പായും കുറ്റപത്രം ഉണ്ടാകും. അത് വിജിലൻസ് എങ്ങനെ ഈ കേസിനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ്.
ഇപ്പോഴത്തെ കിട്ടിയ എനിക്ക് എൻ്റെ ഒരു നിഗമനം, ഞാൻ തെളിവുകളൊന്നും കണ്ടിട്ടില്ല, ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴത്തെ നുണ പരിശോധന മാത്രം വെച്ചുകൊണ്ട് സ്വാഭാവിക നിയമം അറിയാവുന്ന ആർക്കും അറിയാം നുണ പരിശോധന വെച്ചുകൊണ്ട് അതൊരു തെളിവാക്കിയെടുത്ത് മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നുണ പരിശോധന നടത്തണമെങ്കിൽ അതിന് മുൻപേ കിട്ടിയ തെളിവുകൾ പലതുണ്ടാവണം. അത് ശരിയാണോ എന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്താനായിരിക്കണമല്ലോ ഇങ്ങനെ ഒരു നുണ പരിശോധന റിപ്പോർട്ട് നടത്തിയിട്ടുണ്ടാവുക. അപ്പോൾ അതിൽ കിട്ടിയ റിപ്പോർട്ടും ഈ പറയുന്ന ചോദ്യങ്ങൾ 2 ചോദ്യം ഒഴികെ ബാക്കിയുള്ളതെല്ലാം ശരിയാണ് എന്ന്. അപ്പോൾ അത് തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ഇപ്പോൾ KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു കൊച്ചി സ്റ്റുഡിയോയിലുണ്ട്. ശ്രീ PM സുരേഷ് ബാബു, ഇപ്പോൾ നിലവിലുള്ള സജീവൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് KM മാണിക്കെതിരെ ഒരു കുറ്റമുണ്ട് എന്ന് കണ്ടിട്ടാണ് അദ്ദേഹത്തിനെതിരെ FIR ഇട്ടത്. അങ്ങനെ FIR ഇട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു അന്വേഷണം നടക്കുന്നത്. ആ അന്വേഷണത്തിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുമ്പോൾ കുറ്റം ഇല്ല എന്ന് കണ്ടുപിടിക്കലല്ല, നിലവിലുള്ള കുറ്റത്തിന്മേലുള്ള തെളിവുകൾ ശേഖരിക്കലാണ്. അപ്പോൾ സ്വാഭാവികമായും കുറ്റപത്രത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രീ KM മാണിക്ക് സാധിച്ചു എന്ന് വരില്ല. സ്വാഭാവികമായിട്ടും വിജിലൻസിന് കുറ്റപത്രം നൽകേണ്ടി വരും. അങ്ങനെയുണ്ടോ? തികച്ചും തെറ്റായ രീതിയിൽ 2-3 പേര് കഴിഞ്ഞ അരമണിക്കൂറായി കാര്യങ്ങളെ അപഗ്രഥം ചെയ്യുമ്പോൾ ഞാനതിനകത്ത് ഏത് രൂപത്തിലാണ് ഇടപെടേണ്ടതെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ അരമണിക്കൂർ നേരമായി ഞാനിവിടെ സ്റ്റുഡിയോയിലുണ്ട്. ഇവിടെ ഈ വിജിലൻസ് കേസിനെ കുറിച്ചുള്ള സുപ്രീം കോടതി വിജിലൻസ് കേസ് മാത്രമല്ല, ഇത്തരം കേസുകളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ എന്ന് പറഞ്ഞാൽ 2 വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്നൊരു വസ്തുത, അഴിമതി നിരോധനവുമായി ബന്ധപ്പെട്ട പരാതികൾ വന്നാൽ ആ പരാതിയെക്കുറിച്ച് ആദ്യമായി പ്രിലിമിനറി എൻക്വയറി എന്ന് പറഞ്ഞ് വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രിലിമിനറി എൻക്വയറി കഴിഞ്ഞതിന് ശേഷം അവിടെ ഡയറക്ടർ ഓഫ് വിജിലൻസിൻ്റെ അനുവാദം, ഗവൺമെൻറ്റിൻ്റെയും അനുവാദം വാങ്ങിയതിന് ശേഷമേ FIR പോലും ഇടാൻ പാടില്ലായിരുന്നുള്ളൂ. പക്ഷേ ഈ സുപ്രീം കോടതി കഴിഞ്ഞ 1 വർഷങ്ങൾക്ക് മുമ്പുള്ള വിധി വന്ന് അവർ പറഞ്ഞത് ഇനിയൊരു പരാതി കിട്ടിയാൽ ഇങ്ങനെ പ്രിലിമിനറി എൻക്വയറി നീട്ടിക്കൊണ്ടു പോകേണ്ടതില്ല എന്ന് പറഞ്ഞ് ആദ്യം തന്നെ FIR ഇട്ട് അന്വേഷണം നടത്തണം എന്ന് പറഞ്ഞു. ആ പശ്ചാത്തലത്തിലാണ് ശ്രീ മാണിക്കെതിരായ ആരോപണത്തെ ഒരു ചാനൽ ചർച്ചയിൽ ശ്രീ ബിജു രമേശ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുമാന്യനായ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് അസംബ്ലിക്കകത്ത് വെച്ച് ആഭ്യന്തരമന്ത്രിക്ക് കത്ത് കൊടുത്തു എന്ന പ്രതിപക്ഷ നേതാവിനോടുള്ള ബഹുമാനം കൊണ്ട് മാത്രം FIR ഇട്ടതാണ്. ശ്രീ സജീവൻ പറഞ്ഞതുപോലെ കുറ്റം കണ്ടിട്ടല്ല. അദ്ദേഹം പറഞ്ഞത് സത്യവിരുദ്ധമായ കാര്യങ്ങൾ അടിസ്ഥാനത്തിലാണ് FIR വന്നത്. ശ്രീ ആനത്തലവട്ടം ആനന്ദൻ കണ്ടിട്ടില്ല. FIR ക്വിക്ക് വെരിഫിക്കേഷന്റെ അടിസ്ഥാനത്തിൽ FIR വന്നു. അതിനെ സംബന്ധിച്ച് അന്വേഷണം നടത്തി അവര് അതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ ശേഖരിച്ചു. സാക്ഷിമൊഴി അമ്പിളിയുടെ മൊഴി മാത്രമല്ല, അവിടെ അമ്പിളി കൊണ്ടുപോയ പണം കൊടുക്കാൻ കൊണ്ടുപോയ കാറ് അതെല്ലാം വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ ഐഡന്റിഫൈ ചെയ്തു. അവിടെ പോയി ഇത് കൊടുക്കുന്നതിനുള്ള മന്ത്രിയുടെ വീടിൽ പോയി കാർ ഇവിടെ നിർത്തിയിരുന്നു, എത്ര ഡിസ്റ്റൻസ് ഉണ്ട്. മാത്രവുമല്ല അന്ന് ഈ ക്വിക്ക് വെരിഫിക്കേഷനിലൂടെ കുറ്റമുണ്ട് എന്നത് കണ്ടിട്ടാണ് FIR ഇട്ടത്. ലളിതകുമാരി കേസിന്റെ വിധി അനുസരിച്ചാണ് അങ്ങനെ ഒരു കാര്യത്തിലേക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി പോലും പറഞ്ഞത്. അതെ, പ്രൈമ ഫെസിയ കേസ് ഉണ്ടെന്ന് കണ്ടിട്ടാണ് FIR ഇട്ടത് അന്വേഷണത്തിന്റെ ശേഷം. അല്ലാതെ ആദ്യമേ പരാതി കിട്ടിയ ഉടനെ VSന്റെ പരാതി കിട്ടിയ ഉടനെ തന്നെ FIR ഇട്ടില്ല. വിജിലൻസ് ഉദ്യോഗസ്ഥന്മാർ പോയി അന്വേഷിച്ച് FIR ഇടേണ്ട കേസാണെന്ന് അവർക്ക് ബോധ്യമായപ്പോൾ FIR ഇടുകയാണ് ചെയ്തത്. തുടർന്നുള്ള അന്വേഷണത്തിൽ ആവശ്യമായ തെളിവുകൾ, ബാങ്ക് അക്കൗണ്ട്, കോടിക്കണക്കിന് രൂപ കരാറുകാരുടെ നിന്നൊക്കെ പിരിച്ച കാശ്, അതിൻ്റെ എല്ലാം ഇയാൾ തന്നെ പറയുന്ന 24 കോടി പിരിച്ചു. ആ പിരിച്ചതിൽ മാണിക്ക് കൊടുത്ത സംഖ്യ ഇത്രയേ ഉള്ളൂ, കേസിന് ചിലവായത് ഇത്രയേ ഉള്ളൂ, ബാക്കി കാശ് എന്ത് ചെയ്തു, ഇതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചിരിക്കും ഈ ഉദ്യോഗസ്ഥന്മാർ. അതിൻ്റെ എല്ലാം വെളിച്ചത്തിലാണ് ഈ ഇങ്ങനെ ഇടപാട് നടന്നതായി വിജിലൻസ് കണ്ടെത്തിയിട്ടുള്ളത്. അത് ഇനി മുക്കുമോ പൊക്കുമോ എന്നതെല്ലാം ഗവൺമെന്റിന്റെ തീരുമാനം അനുസരിച്ചിരിക്കും. അല്ല, ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യം മുന്നിൽ കണ്ടാൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയുണ്ടോ? രാഷ്ട്രീയ സാഹചര്യത്തിൽ ഒരു കാരണവശാലും ഇപ്പോൾ അരുവിക്കര തെരഞ്ഞെടുപ്പോടെ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ഇത് ഒന്ന് നീട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇത് അട്ടിമറിക്കും. ഇത് രണ്ടിലേതെങ്കിലും സംഭവിക്കും. ശ്രീ അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ഇത് ഒന്നുകിൽ നീട്ടിക്കൊണ്ടുപോകും, അല്ലെങ്കിൽ ഇത് അട്ടിമറിക്കും. ഇതാണ് ശ്രീ ആനത്തലവട്ടം ആനന്ദന്റെ നിഗമനം.
അദ്ദേഹത്തിൻ്റെ നിഗമനം അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സംവിധാനത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അത് അത്യാവശ്യമായി പറയേണ്ടുന്നൊരു കാര്യമാണ്. പക്ഷെ ഞാനിതൊരു കാര്യം പറയാലോ, ഇത് ക്രിമിനൽ പ്രൊസീജിയർ കോഡ് പ്രകാരം 173 അതിൻ്റെ സെക്ഷൻ 173 പ്രകാരമുള്ളൊരു ഫൈനൽ റിപ്പോർട്ടാണ്. ആ ഫൈനൽ റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ വിജിലൻസിൻ്റെ നടപടിക്രമപ്രകാരം വിജിലൻസിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കുന്ന ഫൈനൽ റിപ്പോർട്ട് അതിൻ്റെ ലീഗൽ അഡ്വൈസർക്ക് പോകണം. ലീഗൽ അഡ്വൈസർ ലീഗൽ ഒപ്പീനിയൻ എടുക്കണം. ആ ലീഗൽ അഡ്വൈസറുടെ ലീഗൽ ഒപ്പീനിയൻ കിട്ടിയതിന് ശേഷം അതിനകത്ത് അവരുടെ ആ അഭിപ്രായം കൂടി ഇൻകോർപ്പറേറ്റ് ചെയ്തുകൊണ്ട് ആ ഫൈനൽ റിപ്പോർട്ട് എടുത്ത് വീണ്ടും അത് അവരുടെ ഡയറക്ടർക്ക്, വിജിലൻസ് ഡയറക്ടർക്ക്, ഗവൺമെൻറ്റിനൊക്കെ പോയിട്ടാണ് അത് കോടതിയിൽ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ. ആ കോടതിയിൽ അത് കൊടുക്കാൻ കഴിയുള്ളൂ. അത് ഏത് റിപ്പോർട്ടായാലും ഇവിടെ നിയമോപദേശം നൽകേണ്ടയാൾ മന്ത്രിയുടെ തൽപര കക്ഷിയാണ് എന്നത് ആണ് മറ്റൊരു ആക്ഷേപം. ഇവിടെ നിയമോപദേശം നൽകേണ്ടയാൾ നേരത്തെ അദ്ദേഹത്തിനെതിരെ FIR ഇട്ട് കേസെടുക്കേണ്ടതില്ല എന്ന നിയമോപദേശം നൽകിയ ആൾ തന്നെയാണ് ഇപ്പോഴും നിയമോപദേശം നൽകാനായിരിക്കുന്നത്. അപ്പോൾ നിയമോപദേശം എന്തായാലും മന്ത്രിയെ സംരക്ഷിക്കുന്നതായിരിക്കും എന്നത് വളരെ മുൻവിധിയോടുകൂടി കാണുന്നവരുണ്ട്. സന്തോഷ്, ഐ കനോട്ട് സിറ്റ് ഇൻ ജഡ്ജ്മെൻറ്റ് ഓഫ് ദാറ്റ് കമൻറ്റ്സ്. എനിക്ക് അതിനകത്ത് അത്തരം കാര്യങ്ങളിലോടൊരു തീരുമാനം പറയാൻ കഴിയില്ല, ഞാനിട്ട് പറയാൻ തയ്യാറുമല്ല. അവിടെ വിജിലൻസിൻ്റെ ലീഗൽ അഡ്വൈസറോടാണ് ഇവർ നിയമോപദേശം ചോദിക്കേണ്ടത്. ആ വിജിലൻസിൻ്റെ ലീഗൽ അഡ്വൈസർ ആരാണോ അവർ നേരത്തെ മന്ത്രിയുടെ ക്ലീൻ ചിറ്റ് കൊടുത്തോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇതിനകത്ത് ഗണനീയമല്ല. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ആ നിയമോപദേശത്തിലെ പിശകുകൾ ഉണ്ടെന്ന് കണ്ടാൽ കൂടുതൽ അധികാരപ്പെട്ട ആളുകളെടുത്ത് റെഫർ ചെയ്യാനുള്ള അധികാരവും വിജിലൻസിനുണ്ട്, അല്ലെ ഗവൺമെൻറ്റിനുണ്ട്. പക്ഷെ ചെയ്യേണ്ടത് ഇങ്ങനെയാത്രമേ എനിക്ക് പറയാനുള്ളൂ. KM മാണിയുടെ കുറ്റപത്രം വിജിലൻസ് കൂട്ടിലെ തത്തയാകുമോ? ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, എങ്ങനെയാണ് കുറ്റപത്രം നൽകേണ്ടത് എന്നതിനെക്കുറിച്ചുള്ള ഒരു ആശങ്കയാണ് നമ്മുടെ ഈ ചർച്ചയിൽ ഉയർന്നു വന്നിരിക്കുന്നത്. അതായത് നുണപരിശോധനാ ഫലം കോടതി ഒരു തെളിവായി എടുക്കില്ല. അത് താങ്കളും ശ്രീ ജോർജ് ജോസഫും ചൂണ്ടിക്കാണിച്ച കാര്യം തന്നെയാണ്. മാത്രവുമല്ല, പണം നൽകി എന്ന് പറയുന്ന രാജ്കുമാർ ഉണ്ണി അദ്ദേഹം പണം നൽകി ഇല്ല എന്ന് പറയുന്നു, പണം സ്വീകരിച്ചു എന്ന് ആരോപിതനായിരിക്കുന്ന ശ്രീ KM മാണി അദ്ദേഹം പണം സ്വീകരിച്ചിട്ടില്ല എന്ന് പറയുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനകത്ത് തൊണ്ടി മുതൽ കണ്ടെടുത്തിട്ടുമില്ല. അപ്പോൾ എങ്ങനെ നിലനിൽക്കും ഈ കേസ്? ഈ കേസ് കുറ്റപത്രം സമർപ്പിക്കപ്പെടാതെ തള്ളിപ്പോകുന്ന ഒന്നായി തീരുന്നു എന്നതാണോ? അതിലേക്കാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? അതെ, സന്തോഷ് പറഞ്ഞതുപോലെ ഇവിടെ തൊണ്ടി മുതലില്ല. ഇതൊരു സ്റ്റിംഗ് ഓപ്പറേഷൻ അല്ല, അതുകൊണ്ട് തെളിവില്ല. അഴിമതി പണം വാങ്ങിയാൽ ആരും രസീത് കൊടുക്കാറില്ല. അതുകൊണ്ട് സാധാരണഗതിയിൽ പ്രത്യക്ഷത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കാവുന്ന ഒരു കേസല്ല ഇത്. പിന്നെയുള്ളത് സാഹചര്യ തെളിവുകളാണ്. സാഹചര്യ തെളിവുകൾ എത്രമാത്രം ശക്തമാണ്, ഫലപ്രദമായി മാറും എന്ന് അത് കാണാതെ എനിക്ക് പറയാൻ കഴിയില്ല. പക്ഷേ ക്രിമിനൽ കേസുകളിൽ ഒരു കൊലപാതകം നടന്നാൽ മൃതദേഹം കണ്ടെത്തുക എന്ന ഒരു ആവശ്യമാണല്ലോ. മൃതദേഹം പോലും കിട്ടാത്ത കേസുകളിൽ ചിലപ്പോഴൊക്കെ കോടതി ശിക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇവിടെ ഈ ചൂണ്ടിക്കാണിച്ച ന്യൂനതകളും പോരായ്മകളും ഒക്കെ നിലനിൽക്കുമ്പോഴും എത്രമാത്രം ശക്തമായ സാഹചര്യ തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിച്ചിട്ടുണ്ട് എന്നതിനെ അടിസ്ഥാനമാക്കിയായിരിക്കും കേസിൻ്റെ മുന്നോട്ടുള്ള പോക്ക്. പക്ഷേ അത് മുന്നോട്ട് പോകണമെങ്കിൽ ഒന്നുകിൽ സജീവ് പറഞ്ഞതുപോലെ ഒന്നുകിൽ കേസ് അന്വേഷിച്ച് റഫർ ചെയ്യുക. പക്ഷേ റഫർ ചെയ്യുന്നത് നമ്മളിതുവരെ കേട്ടില്ല. നമ്മൾ കേൾക്കുന്നത് കുറ്റപത്രം തയ്യാറായിക്കൊണ്ടിരിക്കുന്നു, കുറ്റപത്രം എന്ന് സമർപ്പിക്കും, നീട്ടിക്കൊണ്ടു പോകുമോ, അങ്ങനെയുള്ള ആശങ്കകളാണ്. അല്ല, ഇതിനകത്ത് സജീവൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമുണ്ട്. FIR ഇടുന്ന സമയത്ത് അദ്ദേഹം കുറ്റം ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു അടിസ്ഥാനമാണ് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടുന്ന ആ കുറ്റത്തിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ സമാഹരിച്ചു കൊണ്ടിരുന്നത്. ആ തെളിവുകൾ വളരെ ദുർബലമായിരിക്കുന്നു, അല്ലെങ്കിൽ തെളിവുകളില്ല എന്ന് പറയുന്ന ഒരു സാഹചര്യം അങ്ങനെ ഒന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടുന്നു. അങ്ങനെ കുറ്റവിമുക്തനാക്കപ്പെടാൻ പറ്റുമോ FIR ഇട്ട ഒരു കേസിൽ? സാഹചര്യ തെളിവുകൾ നിലവിലുണ്ട് എന്ന് താങ്കൾ സൂചിപ്പിക്കുകയും ചെയ്തു. പുറത്ത് പറഞ്ഞു കേൾക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കേസ് ദുർബലമാണോ ശക്തമാണോ എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെ പറയുന്നത് ശരിയുമല്ല. പക്ഷെ ഇവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഈ ഒരു ഘട്ടം ഇവിടെ വരെ അന്വേഷണം എത്തിയല്ലോ. ഇവിടെ വരെ എത്തിയ ഒരു അന്വേഷണം ഇനി ഇതിലൊന്നുമില്ലായിരുന്നു, ഒരു തെളിവും കിട്ടിയില്ല എന്ന് പറഞ്ഞ് അന്വേഷണ സംഘത്തിന്, വിജിലൻസിന് അവസാനിപ്പിക്കാൻ കഴിയില്ല.
അങ്ങനെ അവസാനിപ്പിച്ചാൽ കോടതിയുണ്ട്. വാസ്തവത്തിൽ ഈ കേസ് ഹൈക്കോടതി അങ്ങനെ പരസ്യമായി പറഞ്ഞിട്ടില്ലെങ്കിലും ഹൈക്കോടതിയുടെ നിരീക്ഷണം ഈ കേസിന് മേലുണ്ട്. ഇവിടെ പാളിച്ചകളുണ്ടെങ്കിൽ, പോരായ്മകളുണ്ടെങ്കിൽ, സുനിൽകുമാറാണല്ലോ ഹൈക്കോടതിയെ സമീപിച്ചത്. അദ്ദേഹത്തിന് അന്ന് തന്നെ കോടതി പറഞ്ഞിരുന്നു, പാളിച്ചകൾ തോന്നുന്നുവെങ്കിൽ, പോരായ്മകൾ കാണുന്നുവെങ്കിൽ നിങ്ങൾക്ക് കോടതിയെ വീണ്ടും സമീപിക്കാം. സുനിൽകുമാറിൻ്റെ പ്രസ്താവന ഞാൻ കണ്ടു, അദ്ദേഹം കോടതിയെ സമീപിക്കുന്നുണ്ട്. അതുകൊണ്ട് ഹൈക്കോടതിയുടെ നിരീക്ഷണം എന്ന ശക്തമായ ഒരു കവചം ഉള്ളതുകൊണ്ട് ആർക്കും ഈ കേസ് അങ്ങനെ അനായാസം അട്ടിമറിക്കാൻ കഴിയും എന്ന് ഞാൻ അതാണ് കരുതുന്നില്ല. വളരെ പ്രധാനമാണ്. ഇപ്പോൾ ശ്രീ ജോർജ് ജോസഫ്, സാഹചര്യ തെളിവുകൾ മാത്രമേ ഉള്ളൂ നിലനിൽക്കുന്നത്. ഇപ്പോൾ വിജിലൻസ് മുമ്പോട്ട് വച്ചിരിക്കുന്നത് എന്ന് പറയുന്ന തെളിവുകളൊന്നും ഈ കേസിൽ ആ കേസിനെ ബലപ്പെടുത്തുന്നതല്ല എന്ന് താങ്കൾ പറയുമ്പോഴും സെബാസ്റ്റ്യൻ പോൾ ചൂണ്ടിക്കാണിച്ചത് വളരെ പ്രധാനമാണ്. അങ്ങനെ വിജിലൻസിന് ഈ കേസ് അവസാനിപ്പിക്കാൻ പറ്റില്ല. എനിക്ക് അതിനോട് യോജിക്കാൻ പറ്റുന്നില്ല. കാരണം അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. പക്ഷേ ഈ കേസിനകത്ത് 350ഓളം സാക്ഷികളെ കണ്ടു ചോദിച്ചതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. വെറും 2 പേര് മാത്രമാണ് അതിന് എന്തെങ്കിലും സഹായകരമായ ഒരു തെളിവ് ഇതിനകത്ത് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് വിജിലൻസും സമ്മതിച്ചിട്ടുണ്ട്. പക്ഷേ ഇതിനകത്ത് കൂടുതൽ തെളിവുകൾ, ഇതിനകത്ത് ഒരു റിക്കവറി നടന്നിട്ടില്ല. ഇതിനകത്ത് ഈ മണിയുടെ സോഴ്സിനെ പറ്റി നമുക്കറിയില്ല. പക്ഷേ ഇതിനകത്തൊരു CD ഹാജരാക്കിയിട്ടുണ്ട്. ആ CD-ക്കകത്ത് 4 മന്ത്രിമാർ കോഴ വാങ്ങിച്ചെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 4 പേരിലെ ഒരു മാണിയെ മാത്രം ഇപ്പം പ്രൊസീഡ് ചെയ്യുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു തെളിവായിട്ട് എടുക്കാൻ പറ്റില്ല എന്ന് വിജിലൻസ് പറഞ്ഞിട്ടുണ്ട്. CD തെളിവാക്കി എടുക്കാൻ പറ്റുന്നതിൻ്റെ അല്ല പ്രശ്നം. ഒരു CD-ക്കകത്ത്, ഒരു പ്രൈമറി ഒരു ക്വിക്ക് വെരിഫിക്കേഷനകത്ത് ഒരു CD-യുടെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ആ CD ഇവർ തെളിവായിട്ട് സ്വീകരിക്കുകയോ ചെയ്തിട്ട് CD-ക്കകത്ത് കാര്യങ്ങൾ ഇവർ അന്വേഷിച്ചിട്ടുണ്ട്. അതന്വേഷിച്ചപ്പോൾ 4 മന്ത്രിമാരുടെ പേര് പറഞ്ഞെടുത്ത് മാണി മാത്രമാണ് ഒരു കേസിലേക്ക് വന്നത്. അതേസമയത്ത് 3 മന്ത്രിമാരുടെ ഒരു വിവരം അതിനകത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സോമോട്ടോ ആയിട്ട് ആ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തുകൊണ്ടൊരു കേസ് രജിസ്റ്റർ ചെയ്തില്ല? അതിന് ഒരു വാദിയുടെ ആവശ്യമില്ല. അതിനകത്ത് പോർട്ട്ഫോളിയോ ഉള്ള ഒരു മന്ത്രി കെ ബാബു മാത്രമാണ്. അദ്ദേഹത്തിനെതിരായിട്ട് മാത്രമേ സെക്ഷൻ 7 നിൽക്കുകയുള്ളൂ എന്ന് എൻ്റെ വ്യക്തമായ അഭിപ്രായം. സെക്ഷൻ 7 മാണിക്ക് നിൽക്കില്ല. മാണിക്ക് അതിനൊരു പോർട്ട്ഫോളിയോ ഇല്ല. ആ പോർട്ട്ഫോളിയോ ഇല്ലാത്ത മാണിയാണ് യഥാർത്ഥത്തിൽ ഇപ്പം കൈക്കൂലി വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. ശ്രീ എ സജീവൻ, ശ്രീ ജോർജ് ജോസഫ് പറഞ്ഞ കാര്യത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത് ധനകാര്യ വകുപ്പ്, എക്സൈസ് വകുപ്പ് മന്ത്രി ആയതുകൊണ്ട് കെ ബാബുവിനെതിരെ കേസെടുക്കാം, അല്ലെങ്കിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാം. ധനകാര്യമന്ത്രി എക്സൈസ് മന്ത്രി അല്ലാത്തത് കൊണ്ട്, കെ എം മാണി എക്സൈസ് വകുപ്പ് മന്ത്രി അല്ലാത്തത് കൊണ്ട്, അദ്ദേഹം ധനകാര്യമന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഈ കേസുമായി മുമ്പോട്ട് പോകാൻ കഴിയില്ല എന്ന നിരീക്ഷണം. തീർച്ചയായിട്ടും ധനകാര്യ വകുപ്പ് മന്ത്രിക്കെതിരെ കേസെടുക്കേണ്ട കാര്യമില്ല. ഈ കേസ് ധനകാര്യ വകുപ്പ് മന്ത്രി എന്ന നിലയിലല്ല കെ എം മാണിക്കെതിരെ മുന്നോട്ടേക്ക് പോകുന്നത് എന്നാണ് എൻ്റെ അറിവ്. അദ്ദേഹം ധനകാര്യ വകുപ്പിൻ്റെ ഒരു കൺസെൻറ്റിൻ്റെ പ്രശ്നത്തിലല്ല ഉള്ളത്. കെ എം മാണി നിയമവകുപ്പ് മന്ത്രി കൂടിയാണ്. നിയമവകുപ്പിൻ്റെ കൺസെൻറ്റ് നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വാർത്തകൾ വന്നാണല്ലോ, നിയമവകുപ്പ് മന്ത്രി കാണണം എന്നതിൻ്റെ പേരിലാണ് മന്ത്രിസഭ ഈ കാര്യത്തിൽ തീരുമാനം മാറ്റിവെക്കുന്നത്. ധനകാര്യ വകുപ്പ് മന്ത്രിയല്ല. ധനകാര്യ വകുപ്പ് മന്ത്രിക്ക് ഒരു പങ്കുമില്ല. പക്ഷേ നിയമവകുപ്പ് മന്ത്രി ഇതിൽ നേരിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ്. നിയമവകുപ്പിൻ്റെ കൺസെൻറ്റ് വേണം, നിയമവകുപ്പ് മന്ത്രിയുടെ ഒപ്പ് വേണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് മാറ്റിവെക്കുന്നത്. ധനകാര്യ കൃത്യം മറുപടി ആയിരിക്കുന്നു. ഇല്ല, ശരിയല്ല. നിയമവകുപ്പിനെ പറ്റി ഇന്ന് വരെ ഈ വിജിലൻസ് അന്വേഷണത്തിൽ ഒരു കാര്യവും വെളിയിൽ വന്നിട്ടില്ല. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിയമവകുപ്പിലെ എന്തെങ്കിലും കെ എം മാണി ഒരു ഓർഡർ ഇടുകയോ ഒരു നോട്ട് എഴുതുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത് ഇങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. അത് ഇതിനകത്ത് ബലപ്പെടുത്തില്ല. നിയമവകുപ്പിന് ഇതിനകത്ത് ഒന്നുമില്ല. നമുക്ക് വിജിലൻസ് ആംഗിളിലോട്ട് മാത്രം നിന്നാൽ മതി. സെക്ഷൻ 7-ഉം സെക്ഷൻ 13D-യും അനുസരിച്ചാണ് മാണിക്കെതിരായിട്ട് കേസ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അതുമാത്രം നമ്മൾ പറയുക. അത് ഒരു ഫാക്ച്വൽ റിപ്പോർട്ട് മാത്രമേ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൊടുത്തിട്ടുള്ളൂ. അത് ഇനി ജോസഫ് അദ്ദേഹം ധനകാര്യമന്ത്രിയാണെന്ന് നമ്മളൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും ഇതുമായി അദ്ദേഹത്തിന് വരുന്ന ബന്ധം, അതാണ് എ സജീവൻ ചൂണ്ടിക്കാണിച്ചത്. നിയമവകുപ്പ് മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് ഈ ബാറുകൾ അനുവദിക്കുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു റോളുണ്ട്. അതുകൊണ്ടായിരിക്കണമല്ലോ ഈ ബാർ ഉടമകളെല്ലാം അദ്ദേഹത്തെ സമീപിക്കുന്നത്.
അല്ല അത് ഒരിക്കലും സെക്ഷൻ 7 അട്രാക്ട് ചെയ്യത്തില്ല. ഈ അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ ഈ നിയമവകുപ്പിൻ്റെ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന അദ്ദേഹം ഏതെങ്കിലും തരത്തിൽ നിയമവകുപ്പിൽ ഒരു നോട്ട് എഴുതുകയോ ഒരു ഉത്തരവിടുകയോ ഒന്നും ചെയ്തതായിട്ട് ഇതുവരെ ഒരു ചാനലുകാരും ഒരു വിജിലൻസിൻ്റെ സോഴ്സും ഇന്ന് വരെ വെളിപ്പെടുത്തി. ഇങ്ങനെ ഒരു പറച്ചിലുണ്ടെന്നല്ലാതെ എവിഡൻസിലേക്ക് അത് വന്നിട്ടില്ല. അങ്ങനെ ഒരു എവിഡൻസ് ഇല്ലെന്നാണ് ഞാനത് മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയണത്, ഇതിനകത്ത് വ്യക്തമായി നമുക്ക് പറയാൻ പറ്റും സെക്ഷൻ 7 അനുസരിച്ച് ഒരു എവിഡൻസ് വിജിലൻസ് കണ്ടെത്തിയാൽ തന്നെ അതിനകത്ത് ഈ സെക്ഷൻ 7 അട്രാക്റ്റ് ചെയ്തില്ലെങ്കിൽ സുപ്രീം കോടതി റൂളിംഗ് അനുസരിച്ച് സെക്ഷൻ 7 ക്വാഷ് ചെയ്ത് പോകുന്നിടത്ത് സെക്ഷൻ 13D നിലനിൽക്കില്ല. അത് സുപ്രീം കോടതി ലേറ്റസ്റ്റ് റൂളിംഗ് ഉണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ കേസ് ഇനി മുന്നോട്ട് പോകുന്നത് വളരെ ശുഷ്കമായ തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, ട്രയൽ ബൈ മീഡിയ, ഈ കേരളത്തിലെ മുഴുവൻ മീഡിയകളും ഈ സാക്ഷികളുടെ മൊഴികൾ പലതരത്തിൽ അവരവരുടെ യുക്തിക്കനുസരിച്ചും അവരവരുടെ താല്പര്യം അനുസരിച്ചും ചാനലിൽ കൂടെ പുറത്തുവിട്ടിട്ടുണ്ട്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അത് സുപ്രീം കോടതിയോ ഹൈക്കോടതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. മീഡിയ ട്രയൽ അന്വേഷണത്തിലിരിക്കുന്ന ഒരു കേസിൻ്റെ കാര്യത്തെപ്പറ്റി അതിൻ്റെ മൊഴിയുടെ അകത്തുള്ള കണ്ടൻസിനെ പറ്റി ഒരിക്കലും ട്രയൽ നടത്താൻ പാടില്ല. അത് കോർട്ടലക്ഷ്യത്തിലോട്ട് പോകും. അതുപോലെ തന്നെ റൈറ്റ് ടു റെപ്യൂട്ടേഷൻ, റൈറ്റ് ടു പ്രൈവസി ഈ കാര്യത്തിൽ വരുന്നുണ്ട്. മാണി സാറിനെ സംബന്ധിച്ച് റൈറ്റ് ടു റെപ്യൂട്ടേഷൻ, റൈറ്റ് ടു പ്രൈവസി, ഈ രണ്ട് കാര്യങ്ങളുണ്ട് നമുക്ക്. അതൊക്കെ നമ്മൾ ചിന്തിക്കണം. അതേസമയത്ത് മുഖ്യമന്ത്രിയെ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ഒരു മന്ത്രിയാണ് KM മാണി. അങ്ങനെ വേണം കൊണ്ടുവരാം. അത് ഇതുവരെ മുഖ്യമന്ത്രിക്ക് എതിരായിട്ട് നിലപാട് വ്യക്തമാണ്. ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, ജോർജ് ജോസഫ് പറഞ്ഞ ആ മീഡിയ ട്രയൽ അത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത് ഈ കേസിന്റെ ഗതിയെ സ്വാധീനിച്ചു എന്നാണോ? അല്ല, ജോർജ് ജോസഫ് ഉന്നയിച്ച കാര്യങ്ങളൊക്കെ പ്രസക്തമാണ്. KM മാണി എന്ന വ്യക്തിയെ സംബന്ധിച്ച് അതെല്ലാം ശരിയുമായിരിക്കാം. പക്ഷേ കേരളത്തിലെ ധനകാര്യമന്ത്രിയാണ് KM മാണി. അദ്ദേഹത്തിന് റൈറ്റ് ടു റെപ്യൂട്ടേഷനും റൈറ്റ് ടു പ്രൈവസിയും ഒക്കെ പരിമിതമായ തോതിൽ മാത്രമേ ക്ലെയിം ചെയ്യാൻ കഴിയുകയുള്ളൂ. ഇവിടെ മീഡിയ ട്രയൽ, മാധ്യമ വിചാരണ ശരിയല്ല എന്ന് പറയുമ്പോൾ തന്നെ മാധ്യമ വിചാരണ ഇല്ലാതെ പല കാര്യങ്ങളും പുറത്തു വരാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾ എപ്രകാരം ഈ കാര്യങ്ങൾ ചർച്ച ചെയ്തു. മാധ്യമങ്ങൾ ചർച്ച ചെയ്യാതെ മാധ്യമങ്ങളുടെ പരിപൂർണമായ നിശബ്ദത ഉറപ്പുവരുത്തിയാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കാൻ പോവുക എന്ന് അതിന് പ്രത്യേകിച്ച് തെളിവൊന്നും ആവശ്യമില്ല. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് വിവരങ്ങൾ എവിടെ നിന്ന് കിട്ടി? മാധ്യമങ്ങൾ ലഭ്യമായ വിവരങ്ങളല്ല, മാധ്യമങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞതോ മാധ്യമങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതായ കാര്യങ്ങൾ മാധ്യമങ്ങൾ പുറത്തു പറയുന്നു, ചർച്ച നടക്കുന്നു. പൊതുസമൂഹത്തിൻ്റെ ചർച്ചാ വിഷയമായി ഇത് മാറിയത് കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളും ഇപ്പോൾ ഈ രീതിയിൽ ഇത് ചർച്ച നടത്തേണ്ടി വരുന്നത്. തീർച്ചയായും. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, താങ്കൾ ഈ ചർച്ച കേട്ടുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ചർച്ചയിൽ പൊതുവെ ഇതുവരെ ഉയർന്നു വന്ന ഒരു കാര്യം, KM മാണിക്കെതിരെ ഒരു കുറ്റപത്രം സമർപ്പിക്കുവാനുള്ള സാധ്യത വളരെ കുറവാണ്. സാഹചര്യ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കാം ഒരുപക്ഷെ ഒരു കുറ്റപത്രം ഉണ്ടാകുക. അതിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ച് കൃത്യമായി അറിഞ്ഞെങ്കിൽ മാത്രമേ ഡോക്ടർ സെബാസ്റ്റ്യൻ പോളിനും ജോർജ് ജോസഫിനും സജീവനും ഒക്കെ കൃത്യമായും ഒരു കുറ്റപത്രം ഉണ്ടാകും എന്നതിനെക്കുറിച്ച് പറയാൻ കഴിയൂ. പക്ഷേ നിയമവകുപ്പ് മന്ത്രി കൂടിയായ KM മാണി അങ്ങനെയാണ് എങ്കിൽ എന്തിനാണ് തനിക്കെതിരെ നടക്കുന്നത് ഒരു വലിയ ഗൂഢാലോചനയാണ് എന്ന് ആവർത്തിച്ചു പറഞ്ഞത്? അദ്ദേഹത്തിനെതിരായ ഗൂഢാലോചന ആയതുകൊണ്ട് തന്നെ ആ ഗൂഢാലോചനയിൽ ഒരുപക്ഷെ ഈ മാധ്യമങ്ങളുണ്ടാകാം, ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുണ്ടാകാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുണ്ടാകാം, കൂടെ കൂട്ടാൻ ഒരുപാട് ശ്രമിച്ച CPM-ന് തങ്ങളുടെ കൂടെ മാണി അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയല്ലേ? കാരണം അദ്ദേഹം പറഞ്ഞതാണ്, വളരെ വ്യക്തമായി പറഞ്ഞതാണ്. അങ്ങനെ ജനറലൈസ് ചെയ്ത് പറയരുത്. അതിന്റെ കിങ് പിങ് ആരാണ് എന്ന് കൃത്യമായി തനിക്കറിയാമെന്ന് അദ്ദേഹം പറഞ്ഞതാണ്. അദ്ദേഹം ഉന്നയിച്ചത് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിലെ അദ്ദേഹത്തിന്റെ തന്നെ സഹപ്രവർത്തകരെ കുറിച്ച് തന്നെയാണ് എന്ന് നമുക്കൊക്കെ അറിയാം. ഇല്ല, എനിക്കറിയില്ല. സന്തോഷിന് മാത്രമേ അറിയുള്ളൂ. മറ്റേ എനിക്കൊന്നും അറിയില്ല. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരൊക്കെ ആണെന്നുള്ളത് ഒരാൾക്കും അറിയില്ല. താങ്കൾക്കറിയുമെങ്കിൽ ആ അറിവൊന്നും ഇവിടെ നിരത്തണം, ജനങ്ങളുടെ മുമ്പിൽ പറയണം താങ്കൾക്കറിയുന്ന വിവരം.
അതല്ലാതെ വെറുതെ പുകമറ സൃഷ്ടിക്കുന്നത് ഒരു യഥാർത്ഥത്തിൽ താങ്കൾ ചെയ്യാൻ പാടില്ലാത്ത അദ്ദേഹം അന്ന് ആ അഭിമുഖത്തിൽ ഉന്നം വച്ചത് ശരിക്കും എ വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെയാണ്. എ വിഭാഗത്തിന്റെ ഒരു പ്രധാനപ്പെട്ട നേതാവിനെ ആയിരുന്നു. എ വിഭാഗം, കോൺഗ്രസിലെ എ വിഭാഗം തനിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്നാണ് അദ്ദേഹം അന്നും ഇന്നും വിശ്വസിക്കുന്നത്. സാർ, ഒരിക്കലും അല്ലെന്നേ, അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. താങ്കൾ പറയുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് വേറെ എന്താണ് അതിനകത്തൊരു അടിസ്ഥാനം? അല്ല, ഞാൻ ഇപ്പോൾ പറയുന്നേ ഉള്ളൂ, നമ്മുടെ മാധ്യമങ്ങളിലെല്ലാം അത്തരത്തിൽ ചർച്ച വന്നതാണ്. മാത്രവുമല്ല, ഇടതുപക്ഷത്തെ ആർക്കും തന്നെ ശ്രീ കെ എം മാണിക്കെതിരെ ഒരു ഗൂഢാലോചന നടത്തേണ്ട ആവശ്യമില്ല എന്ന് അവർ വ്യക്തമാക്കിയിട്ടുമുള്ളതാണ്. പക്ഷേ കെ എം മാണി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്ന ഒരു രാഷ്ട്രീയ ചർച്ച ഉയർന്നു വന്നപ്പോഴാണ് ബാർക്കോഴ കേസ് മുന്നോട്ട് വന്നത്. അദ്ദേഹം മുഖ്യമന്ത്രിയാകാൻ പരമയോഗ്യനാണ് എന്ന് കേരള കോൺഗ്രസ് മാണി വിഭാഗത്തിലെ നേതാക്കന്മാർ പരസ്യമായി പറയാൻ തുടങ്ങിയപ്പോഴാണ്, അതിനുവേണ്ടി അദ്ദേഹം കെ എം മാണി തലയാട്ടി കൊടുത്തപ്പോഴാണ് ഈ കേസ് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ എം മാണി ദൃഢമായി വിശ്വസിക്കുന്നത് ബാർക്കോഴ കേസ് തനിക്കെതിരെയുള്ള കോൺഗ്രസിലെ ഒരു വിഭാഗം നടത്തിയ ഗൂഢാലോചനയാണെന്ന്. അങ്ങനെയല്ലേ ശ്രീ എ സജീവൻ, അതിന് കൃത്യമായി മാധ്യമപ്രവർത്തകനായ താങ്കൾക്ക് ശ്രീ പി എം സുരേഷ് ബാബുവിന്റെ സംശയത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയും. ഇല്ല, ഗൂഢാലോചനയുടെ കാര്യത്തിൽ ഒരു നമുക്ക് അറിയാവുന്നതാണല്ലോ. കാരണം ഗൂഢാലോചന എന്താണെന്നുള്ള കാര്യം നേരത്തെ ജോർജ് ജോസഫ് പറഞ്ഞ വാക്കാണ് എനിക്ക് ഉദ്ധരിക്കാനുള്ളത്. അദ്ദേഹം നേരത്തെ പറഞ്ഞു, തെളിവായിട്ട് കൊടുത്ത CD-യിൽ 4 മന്ത്രിമാരുടെ പേരുണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ ഒരു മന്ത്രിക്കെതിരെ മാത്രമായിട്ടുള്ള അന്വേഷണം നടക്കുന്നത്? അത് ക്വിക്ക് വെരിഫിക്കേഷൻ ആണെങ്കിലും അത് കഴിഞ്ഞിട്ടുള്ള FIR ആയിട്ടുള്ള അന്വേഷണമാണെങ്കിലും ഒക്കെ നടന്നിട്ടുള്ളത് ഒരു മന്ത്രിക്കെതിരെ മാത്രമാണ്. തെളിവായിട്ട് കൊടുത്തുള്ള 3-4 മന്ത്രിമാരുടെ പേരുണ്ട്. മാത്രമല്ല, സജീവ ഒരു മിനിറ്റ് കേൾക്കോ. പ്രതിപക്ഷ നേതാവ് ശ്രീ അച്യുതാനന്ദൻ എഴുതി കൊടുത്തത് കെ എം മാണിയെ കുറിച്ച് അന്വേഷിക്കണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജോർജ് ജോസഫ് പറഞ്ഞ കാര്യങ്ങളുടെ അടിസ്ഥാനമാണ്. മാത്രമല്ല അദ്ദേഹം പറഞ്ഞ വേറെ കാര്യം കൂടി, താങ്കൾക്ക് പോലും സ്വീകാര്യമല്ലെന്ന് അഭിപ്രായങ്ങളെ കുറിച്ച് നമ്മളിവിടെ അംഗീകരിക്കേണ്ട കാര്യം. അദ്ദേഹം പറഞ്ഞ രണ്ടാമത്തെ ഒരു കാര്യം കൂടിയുണ്ട്. ഈ എന്തുകൊണ്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഇതിൽ സുമോട്ടോ കേസ് എടുത്തില്ല എന്നുള്ള കാര്യം. ഈ 2 കാര്യങ്ങളും വരുമ്പോൾ വേണമെങ്കിൽ മാണിയുടെ ഈ എനിക്കെതിരെ ഗൂഢാലോചന എന്ന് പറയുന്ന കാര്യത്തെ അത് വേറെ ആരും മാധ്യമങ്ങളാരും പറഞ്ഞതല്ല. കെ എം മാണിയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ നേതാക്കന്മാരും ഉൾപ്പെടെ ഉള്ള ആളുകൾ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഗൂഢാലോചനയുണ്ട്. ആ ഗൂഢാലോചന പ്രതിപക്ഷമാണെങ്കിൽ സ്വാഭാവികമാണ്. VS അച്യുതാനന്ദനും പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കന്മാർ ഈ UDF സർക്കാരിനെതിരെ തുടക്കം മുതലേ ഗൂഢാലോചന നടത്തും. അവർക്ക് കിട്ടാവുന്ന ഏത് വടിയും ഉപയോഗിക്കും. ഈ ബാർക്കോഴ കേസിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സർക്കാരിനെ ഇന്ന് 5 വർഷം തുടർച്ചയായിട്ട് ഒരു കുഴപ്പവുമില്ലാതെ നിലനിർത്താനുള്ള ഒരു കരാർ അവർ ചെയ്യില്ല. UDF ആണെങ്കിലും LDF ആണെങ്കിലും ചെയ്യില്ല. സ്വാഭാവികമാണ് അവർ നടത്തുന്ന ഒരു തെളിവില്ലെങ്കിലും മാണി കോഴ വാങ്ങിയെന്ന് ഉറപ്പിച്ച് പറയുന്നവർക്ക് ശ്രമിക്കും. പക്ഷെ അതല്ലല്ലോ മാണി പറഞ്ഞുള്ളത്. മാണി പറഞ്ഞ് പല ആളുകൾ, അതിൽ തന്നെ ഇപ്പോൾ അദ്ദേഹത്തോടൊപ്പം നിന്ന ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾ പുറത്തു വന്ന് പറഞ്ഞു. അപ്പോൾ അന്നേ ജോർജ് മാണിക്കെതിരായിട്ടുള്ള നീക്കം നടത്തി എന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അതോടൊപ്പം തന്നെ മറ്റ് വേറെ ആരൊക്കെയോ ഏതൊക്കെ ചില ആളുകളുണ്ട്, അത് ഞാൻ ആവശ്യമുള്ള സമയത്ത് പറയും എന്ന് അദ്ദേഹം പറയണമെങ്കിൽ തീർച്ചയായിട്ടും അത് പ്രതിപക്ഷ നേതാവിനെയോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തുള്ള ഏതെങ്കിലും നേതാക്കന്മാരെയോ ഉദ്ദേശിച്ചാവണമെന്നില്ല. അപ്പം അങ്ങനെ ഒരു കൂടാലോ അദ്ദേഹം വെളിപ്പെടുത്തുമ്പോഴാണ് അതാരാണെന്ന് എനിക്കറിയില്ല ആരാണെന്നുള്ളത്. തീർച്ചയായിട്ടും അത് വരേണ്ട സമയത്ത് വരേണ്ടതാണ്. പക്ഷേ ഇതിലൊന്നും മാധ്യമങ്ങളുടെ ഗൂഢാലോചനയില്ല. അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, എ സജീവൻ, ഞാൻ താങ്കളിലേക്ക് തിരികെ വരാം. താങ്കൾ പറഞ്ഞതിനോട് ഒന്നുകൂടി കൂട്ടിച്ചേർക്കുകയാണ്. അദ്ദേഹം അങ്ങനെ പറഞ്ഞതുകൊണ്ട് ഞാൻ പറയുകയാണ്, ശ്രീ കെ എം മാണി സാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഇരട്ട നീതി എന്നൊരു പദം പ്രയോഗിച്ചത് അങ്ങ് ഓർക്കുന്നുണ്ടാവും. അത് ഒരു ഗൂഢാലോചനയുടെ പ്രതിഫലനമായിരുന്നു. 1. 2, അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇതുവരെ ഇല്ലാത്ത തരത്തിലുള്ള അന്വേഷണം നടക്കുന്നു, ഇത്ര നാളും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള അന്വേഷണം നടക്കുന്നു എന്ന് അദ്ദേഹം ഇന്ന് പറയുന്നു. മാത്രവുമല്ല, ആഭ്യന്തര വകുപ്പിൽ നിന്ന് ചോർന്ന നുണ പരിശോധന ഫലത്തിൽ കെ എം മാണി ആകെ അസ്വസ്ഥനാണ്. ഇതൊക്കെ അദ്ദേഹത്തിന് എതിരെയുള്ള ഗൂഢാലോചനയുടെ വ്യക്തമായ തെളിവുകളായി അദ്ദേഹം വിശ്വസിക്കുന്നു. ഇതിനകത്ത് ഞാൻ എൻ്റെ വളരെ അടുത്ത സ്നേഹിതനാണ് ശ്രീ സജീവൻ. ഞങ്ങൾ ഒരേ നാട്ടുകാരാണ്.
CPM-നെയും ഇടതുപക്ഷത്തിനെയും വളരെ വ്യക്തമായി ന്യായീകരിക്കാൻ വളരെ പ്രധാനപ്പെട്ട 2 നേതാക്കന്മാർ ഇവിടെയുണ്ട്. ഒരു മാധ്യമപ്രവർത്തകൻ്റെ രൂപത്തിലും ഭാവത്തിലും വന്ന് അത് ന്യായീകരിക്കേണ്ടുന്ന ഒരു ആവശ്യമുണ്ടോ എന്നെനിക്ക് തോന്നുകയാണ്. അദ്ദേഹം ഒരു സർ, അങ്ങനെയല്ല നുണപരിശോധനാ ഫലം ഏറ്റവും അവസാനം നുണപരിശോധനാ ഫലം പുറത്തു വന്നത് പോലും ശ്രീ KM മാണിക്കെതിരെയുള്ള ഗൂഢാലോചനയായി അദ്ദേഹം വിശ്വസിക്കുന്നു. എന്റെ തൊട്ടടുത്താണ് ഡോക്ടർ സെബാസ്റ്റ്യൻ പോലുള്ള നുണപരിശോധനയുടെ ഞാൻ കേൾക്കുന്നില്ല. അതായത് നുണപരിശോധനാ ഫലം മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നത് തനിക്കെതിരെ തൻ്റെ സഹപ്രവർത്തകർ, തൻ്റെ മന്ത്രിസഭയിലുള്ളവർ തന്നെ ഗൂഢാലോചന നടത്തുന്നു എന്നതിൻ്റെ തെളിവായി ശ്രീ KM മാണി വിശ്വസിക്കുന്നില്ലേ? ഇല്ല. എങ്കിൽ പിന്നെ അദ്ദേഹം എന്തിന് അസ്വസ്ഥനാകണം? ഗൂഢാലോചനയുടെ അസ്വസ്ഥനാകുന്നത് ഈ തരത്തിൽ ഞങ്ങളെല്ലാവരും അസ്വസ്ഥരാണ്. എനിക്ക് തോന്നുന്നു ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ അടക്കമുള്ള ആളുകൾ അസ്വസ്ഥരാണ്. കാരണം അന്വേഷണ വേളയിൽ നടക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ ലീക്കായി വരുന്നത് ഒരു ഗുണകരമല്ല. അതൊരു സത്യസന്ധമായ പ്രവർത്തനത്തിന് യോജിച്ചതുമല്ല. അത് അങ്ങനെ പാടില്ലാത്തതാണ്. അത് ആവട്ടെ. കാരണം ഇപ്പോഴത്തെ ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുടെ സമൂഹത്തിൻ്റെ ഇടയിൽ നമുക്കിതൊന്നും രഹസ്യമായി വെക്കാൻ കഴിയില്ല. കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ് അതുപോലും നമുക്കിപ്പോൾ സ്വകാര്യമാക്കി സൂക്ഷിക്കാൻ കഴിയാത്ത ആധുനിക സംവിധാനത്തിൻ്റെ ഇടയിൽ ഞാൻ അതിനെക്കുറിച്ച് വേവലാതിപ്പെടുന്നില്ല. പക്ഷേ അത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ്. അതുകൊണ്ടാണ് അത് അന്വേഷിക്കണം എന്ന് കേരള കോൺഗ്രസ് ആവശ്യപ്പെടുകയും പാർട്ടി ആവശ്യപ്പെടുകയും ചെയ്ത് ഗവൺമെന്റ് സെക്രട്ടറിയെ ഇതുപോലെയുള്ള വലിയൊരു സുപ്രധാനമായ കേസ്, അതായത് സർക്കാരിൻ്റെ തന്നെ നിലനിൽപ്പിനെ അവതാളത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു കേസ്, ആ കേസിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് ചോരുന്നു എന്ന് പറഞ്ഞാൽ അത് ഉന്നത തലങ്ങളിൽ അറിവും സമ്മതവും ഇല്ലാതെ സംഭവിക്കും എന്ന് താങ്കളെ പോലെയുള്ള ഒരാൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഞാൻ ഇത്തരം കാര്യം ഞാനൊരു കാര്യം പറയട്ടെ. ഞാനൊരു വസ്തുത പറയട്ടെ. ഞാൻ ഇത്തരം കാര്യങ്ങളിൽ അത്തരം സമീപനം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയല്ല ചാനൽ ചർച്ചയിൽ. പക്ഷെ ഞാനൊരു വസ്തുത പറഞ്ഞോട്ടെ. ശ്രീ അച്യുതാനന്ദൻ അയച്ച കത്ത് എങ്ങനെയാ ചോർന്നത്? അച്യുതാനന്ദൻ നേതൃത്വത്തിന് അയച്ച കത്ത് ചോർന്നില്ലേ നമ്മുടെ രാജ്യത്ത്? CPM എന്ന് പറയുന്ന പാർട്ടിക്കകത്തുള്ള ഒരു വിഷയമല്ലേ അത്? അച്ചടക്കമുള്ള ഒരു ജനാധിപത്യ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നവും ഒരു നാട്ടിലെ നീതി നിർവഹണ സംവിധാനവും തമ്മിൽ വ്യത്യാസമുണ്ട് സർ. അതല്ല ഞാൻ പറഞ്ഞു വന്നത്. അത്ര ഇരുമ്പ് മറക്കുള്ളിൽ അച്ചടക്കത്തോട് നിൽക്കുന്ന പാർട്ടിക്കകത്ത് പോലും ഇപ്പോൾ ഇത്തരം ചോർച്ചകൾ തടയാൻ കഴിയാത്ത സാഹചര്യത്തിൽ വളരെ സുതാര്യമായ വിവരാവകാശ നിയമം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇതൊന്നും രഹസ്യമായി സൂക്ഷിക്കാൻ കഴിയില്ല. നമ്മുടെ രഹസ്യത്തിനെ കുറിച്ച്, രഹസ്യ സ്വഭാവത്തെ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, നിയമവിദഗ്ധനായ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ പോൾ, താങ്കളോട് ഒരു കാര്യം ഞാൻ ചോദിച്ച് ഈ ചർച്ച അവസാനിപ്പിക്കുന്നു. ഈ കേസിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എങ്കിൽ ഈ സർക്കാരിൻ്റെ പ്രതിച്ഛായയ്ക്ക് എന്തെങ്കിലും ഗുണമുണ്ടാകുമോ? കുറ്റപത്രം സമർപ്പിച്ചാലും കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിലും അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സർക്കാരാണ് UDF സർക്കാർ എന്ന പ്രതിച്ഛായയ്ക്ക് എന്തെങ്കിലും മാറ്റമുണ്ടാകുമോ? അല്ല, കുറ്റപത്രം സമർപ്പിച്ചാലും സമർപ്പിച്ചില്ലെങ്കിലും ഈ സർക്കാരിന് ഉണ്ടായിരിക്കുന്ന ഒരു പ്രതിച്ഛായയുണ്ട്, ജനങ്ങളുടെ ധാരണയുണ്ട്. അതിന് കാര്യമായ മാറ്റം വരും എന്ന് ഞാൻ കരുതുന്നില്ല. കുറ്റപത്രം ഇല്ലാതാവുന്നു, KM മാണി ഈ ഘട്ടത്തിൽ കുറ്റവിമുക്തനാക്കപ്പെടുന്നു. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നത് ഈ സർക്കാരിൻ്റെ നിലനിൽപ്പിന് അത് ആവശ്യമായിരുന്നു, അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, വിജിലൻസ്, അത് ഈ സന്തോഷ് നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ കൂട്ടിൽ അടക്കപ്പെട്ട തത്ത തന്നെയാണ് എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമാകും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ട് ഇത് സ്വാഭാവികമായി മുന്നോട്ട് പോകും എന്ന് ഞാൻ കരുതുകയാണ്. ഇനി അഥവാ ഇവിടെ കുറ്റപത്രം ഇല്ലാത്ത അവസ്ഥ ഉണ്ടായാൽ പോലും അതും കോടതിയിൽ ചോദ്യം ചെയ്യപ്പെടും. എല്ലാം ഇതുകൊണ്ട് അവസാനിക്കുന്നു എന്ന് അർത്ഥമാക്കേണ്ടതില്ല. ശ്രീ ജോർജ് ജോസഫ്, അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യമാണ്. ഇത് ഇവിടെ അവസാനിക്കില്ല. കോടതിയുടെ നിരീക്ഷണത്തിലിരിക്കുന്ന ഒരു കേസാണ്. വിജിലൻസിന് അങ്ങനെ കൂട്ടിലെ തത്തയാകാൻ കഴിയില്ല.
ഇല്ല, കോടതിയുടെ നിരീക്ഷണത്തിൽ വന്നാലും ശരി വിജിലൻസ് കളക്ട് ചെയ്തിരിക്കുന്ന എവിഡൻസ് വളരെ വീക്കായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പം കോടതിക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ ഈ കാര്യത്തിൽ. അതേസമയത്ത് അവിടെ ടവറിൻ്റെ കാര്യമൊക്കെ അവർ പറയണു. പക്ഷേ സുപ്രീം കോടതി ലേറ്റസ്റ്റ് റൂളിംഗ് അനുസരിച്ച് ഒരു ടവറിൻ്റെ കീഴിൽ ഒരാൾ വന്നെന്ന് വിചാരിച്ചുകൊണ്ടോ അല്ലെങ്കിൽ അങ്ങേരുടെ മൊബൈൽ ഫോൺ അവിടെ എത്തിയെന്ന് വിചാരിച്ച് തെളിവില്ല. അത് ശരിയാണ്. ആ സാഹചര്യത്തിൽ സ്വീകരിക്കാൻ പറ്റില്ല. സുപ്രീം കോടതി ഒരാൾക്ക് ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് അയാളുടെ കൈവശം ഇരുന്നു തന്നെ കൂട്ടിച്ചേർത്തോട്ടെ. അതായത് ഇപ്പോൾ സൽമാൻ ഖാനെതിരെ വിധി വന്നപ്പോൾ അതിനകത്ത് സാക്ഷിമൊഴി, ഗൺമാന്റെ സാക്ഷിമൊഴി വളരെ പ്രധാനമായിരുന്നു ആ കേസിൽ. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ സാക്ഷിമൊഴി. സാക്ഷിമൊഴി വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സൽമാൻ ഖാന്റെ കേസ് താങ്കൾക്ക് അറിയാമല്ലോ. ഇല്ല, KM മാണിക്ക് പൈസ കൊടുത്തെന്ന് പറയുന്ന സാക്ഷിമൊഴി കൊടുക്കുന്നത് കണ്ടെന്നേ ഉള്ളൂ. കൊടുത്ത ആരും പറയുന്നില്ല ആരാണ് കയ്യിലോട്ട് കൊടുത്തത്. അത് വ്യക്തമായിട്ട് ഈ 1 കോടി രൂപ സാക്ഷി പറഞ്ഞിട്ടുണ്ട്. ഇല്ല, കൊടുക്കുന്നത് കണ്ടെന്നേ ഉള്ളൂ അമ്പിളി പറയുന്നത്. അങ്ങനെയാണ് സാർ, സാക്ഷിമൊഴി അങ്ങനെയാണ്. അതൊക്കെ അതിന്റെ വിശദാംശങ്ങൾ കണ്ടുപിടിക്കേണ്ടതും വ്യക്തമായ തെളിവുകൾ കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കൂടി ഉള്ളതാണ് എന്ന് ആണ് നമുക്ക് ഈ അവസരത്തിൽ പറയാൻ കഴിയുന്നത്. KM മാണിക്കെതിരെയുള്ള കുറ്റപത്രം വിജിലൻസ് കൂട്ടിലെ തത്തയാകുമോ എന്ന ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഈ ന്യൂസ് ആൻഡ് വ്യൂസിന്റെ ഈ ചർച്ചയിൽ ഇന്ന് പങ്കെടുത്ത ശ്രീ ആനത്തലവട്ടം ആനന്ദൻ, ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു, ക്രൈംബ്രാഞ്ച് മുൻ SP ശ്രീ ജോർജ് ജോസഫ്, മാധ്യമപ്രവർത്തകൻ ശ്രീ A സജീവൻ, എല്ലാവർക്കും നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസിൽ ചർച്ച അവസാനിക്കുന്നു.